യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വയനാട് കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നു. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുകൾ പരാജയമെന്നാണ് ആരോപണം. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്, ഈ വിഷയത്തിൽ വീണ്ടും ഒരു പ്രതിഷേധം, എന്താണ് വിശദാംശങ്ങൾ? വന്യജീവി ആക്രമണം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വയനാട് കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുകയാണ്. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുകൾ പരാജയം എന്നൊരു ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. സുർജിത് ചേരുന്നുണ്ട്. സുർജിത്, വിശദാംശങ്ങൾ. ഇവിടെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് വഴിമാറുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വന്യമൃഗ ശല്യം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. ആ മാർച്ചുമായി ബന്ധപ്പെട്ട് ലാത്തി ചാർജ് തുടങ്ങിയിരിക്കുന്നു. ലാത്തി ചാർജാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അടിക്കുന്നു. എന്തായാലും ഈ പ്രതിഷേധത്തിലേക്ക് എത്തിയ സാഹചര്യം എന്ന് പറയുന്നത് വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണണം. മാർച്ചിനിടെയാണ് കല്ലേറും മർദ്ദനവും ഉണ്ടായത്. എന്തായാലും തിരിച്ചും പ്രതിരോധിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ പോലീസിന്റെ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ആ മാർച്ചിനിടെയാണ് കല്ലേറും മർദ്ദനവും ഉണ്ടായത്. എന്തായാലും തിരിച്ചും പ്രതിരോധിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ പോലീസും മുഖാമുഖം നിന്നുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ഒരു നേരെ അയവുന്നുണ്ട്. കൂടിയ വിദ്യാഭ്യാസം നോക്കിയാണ് പ്രവർത്തകർ റോഡിൽ ചുറ്റിയിരിക്കുന്നു. ഈ മാർച്ചിന്റെ ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിലാണ് സംസ്ഥാന അധ്യക്ഷനാണ് നിർവഹിക്കേണ്ടത്. എന്തായാലും ഇവിടെ കനത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്നതിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം മാറി. ഈ വനം മന്ത്രി ഉൾപ്പെടെയുള്ള രാജിവെക്കണമെന്നുള്ള ആവശ്യം വയനാട്ടിലെ വന്യജീവി പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വയനാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുകൾ പരാജയം എന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. മാർച്ചിൽ കല്ലേറും ഒപ്പം പോലീസിന് നേരെ അക്രമ സാധ്യതകൾ തുടങ്ങിയവ ഉണ്ടായി. എന്തായാലും സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്, തുടരാം. പ്രവർത്തകരെ ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കിയിരിക്കുകയാണ്. അത് ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജില്ലാ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ്, ജില്ലാധ്യക്ഷൻ അമൽ ജോയിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തിനൊടുവിൽ ആണ് ഇങ്ങനെ ഒരു ലാത്തി ചാർജിലേക്ക് എത്തിയത്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അതാണ് കാണാൻ കഴിയുന്നത്. ഈ വനം മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായി യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല. വയനാടിൻ്റെ വന്യജീവി ശല്യം പരിഹരിക്കാൻ മന്ത്രി ഒരു ഇടപെടലും നടത്തുന്നില്ല. വീണ്ടും പ്രവർത്തകർ എഴുന്നേറ്റ് നിന്ന് പോലീസുമായി വാക്കേറ്റമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ ഈ മാർച്ച് നിശ്ചയിക്കുകയും ഈ മാർച്ച് കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തുകയും പിന്നീട് ബാരിക്കേഡ് മറിച്ചിടാൻ, കളക്ടറേറ്റിന് മുന്നിലെ ബാരിക്കേഡ് മറിച്ചിടാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തി. പിന്നീട് ഈ മാർച്ചിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച ഘട്ടത്തിലാണ് പ്രവർത്തകർ സംഘടിച്ചെത്തി പോലീസിനെതിരെ നിലപാടെടുക്കുന്ന നിലയിലേക്ക് എത്തിയത്. ഇതേ തുടർന്നാണ് പോലീസ് ലാത്തി വീശുന്ന അനുഭവം ഉണ്ടായത്. എന്തായാലും റോഡിൽ ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം നടക്കുന്ന ആ ഒരു ദൃശ്യത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജലപീരങ്കി അല്പസമയം മുമ്പാണ് പോലീസ് പ്രയോഗിച്ചത്. വനം മന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി ജില്ലയിലെത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും മാർച്ച് വലിയ സംഘർഷത്തിന് വഴിമാറിയ ഒരു സ്ഥിതിയാണ് അല്പസമയം മുമ്പ് വരെ ഉണ്ടായത്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രശ്നം പരിഹരിക്കാനും പ്രവർത്തകരെ ശാന്തരാക്കാനുമുള്ള ശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ബഹളം റോഡിൽ നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാം. ഒപ്പം തന്നെ ജില്ലാധ്യക്ഷൻ അമൽ ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്, അവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഒരുപാട് നേതാക്കൾ, യൂത്ത് കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കളെ നമുക്ക് മുൻനിരയിൽ കാണാം. അവർ പോലീസുമായി സംസാരിക്കുകയാണ്. ലാത്തിചാർജിലേക്ക് എത്തുന്ന നിലയിലേക്ക് കാര്യം മാറി. ആ ലാത്തിചാർജിന്റെ അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തി പ്രതിഷേധിക്കുന്നത്.
എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ, ആ സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കീർത്തന, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് വയനാട് സാക്ഷ്യം വഹിച്ചതാണ്. ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. അല്പസമയത്തിന് മുന്നേ ജലപീരങ്കി പ്രയോഗിച്ചു, പോലീസുമായി വാക്കേറ്റമുണ്ടായി. ഈ മാർച്ച് അക്രമാസക്തമാവാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് പരിഗണിച്ച് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാനുള്ള നീക്കം ഉണ്ടോ? ഏത് തരത്തിൽ പ്രതിരോധിക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? നിലവിൽ കൂടുതൽ പോലീസ് സംവിധാനം ഇവിടെ ഉണ്ട്. കാരണം അത്രമാത്രം പോലീസുകാരെ നിയോഗിച്ചിരുന്നു. കാരണം ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഒരുപക്ഷെ അക്രമാസക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് സംവിധാനത്തെ ഇവിടെ വിന്യസിച്ചിരുന്നു. കളക്ടറേറ്റിന് മുന്നിലും പരിസര പ്രദേശങ്ങളുമായി ധാരാളം പോലീസുകാരുണ്ടായിരുന്നു. ഈ മാർച്ച് നടത്തിയ ആദ്യഘട്ടത്തിൽ ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാനൊരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തി കയറാൻ ശ്രമിച്ചു. ഒരാൾ മറികടക്കാൻ ശ്രമിച്ചു ബാരിക്കേഡ്. ഇതിനിടയിലാണ് ജലപീരങ്കി പ്രയോഗം നടന്നത്. ജലപീരങ്കി പ്രയോഗം നടന്നതിന് ശേഷം പോലീസും പ്രവർത്തകരും നേതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്ന് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിനെ തുടർന്നാണ് ലാത്തിചാർജും ഉണ്ടായത്. ലാത്തിചാർജിന് ശേഷം ഇപ്പോൾ ഇവിടെ റോഡിൽ കുത്തിയിരിക്കുകയാണ് പ്രവർത്തകർ. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഈ യോഗത്തിൽ സംസാരിക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും അത് ഒരു പ്രതിഷേധ ധർണ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇപ്പോൾ നിലവിൽ രംഗം ഇപ്പോൾ ശാന്തമാണ്. എന്തായാലും ഈ സമരത്തിന്റെ ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിക്കാൻ പോകുന്നു. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നിൽക്കാൻ വേണ്ടി ശീലിക്കാത്ത പ്രവർത്തകരാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. അത്തരത്തിൽ പ്രതിഷേധത്തിന് വന്ന പ്രവർത്തകരെ ഇവിടുത്തെ ഗുണ്ടാ പോലീസിന്റെ സഹായത്തോടു കൂടി അടിച്ചമർത്താനാണ് ഭാവമെങ്കിൽ ഞങ്ങളൊന്ന് പറയാം, വന്യമൃഗങ്ങളുടെ അറ്റാക്കിൽ മരിക്കുന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ പോലീസുകാരന്റെ ഞങ്ങളെ അറുത്തുമാറ്റിയതിനു ശേഷം ശക്തമായ രീതിയിലുള്ള സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് മാത്രമാണ്. പിണറായി വിജയൻ അവിടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇവിടുത്തെ പോലീസുകാർ യൂത്ത് കോൺഗ്രസുകാരെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇവിടെ വയനാട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും ഉളുപ്പില്ലാത്ത പോലീസുകാരുണ്ടെങ്കിൽ അവരോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം പോലീസുകാർ ചിന്തിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിണറായിയുടെ വയനാട് കളക്ടറേറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗശല്യത്തിൽ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുകൾ പരാജയപ്പെട്ടു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഒപ്പം മുഖ്യമന്ത്രി ജില്ലയിലെത്തണം, വനമന്ത്രി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളും യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. കളക്ടറേറ്റിന് മുന്നിലുള്ള പ്രതിഷേധം തുടരുകയാണ്. സുർജിത് അയ്യപ്പത്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.